ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശിമാറ്റമാണ്. ഇപ്പം മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യം തന്നെ അല്ലെ. 28/1/2025 ശുക്രൻ രാശി മാറുന്നത്. അതായത് ജനുവരി 28 2025 രാശി മാറുക. അത് 31/5/2025 വരെ ഏകദേശം 120 ദിവസത്തിന് മുകളിൽ ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട്, സൂര്യന്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലെ. അത് മാത്രമല്ല, ശുക്രൻ നിൽക്കുന്ന വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലും വ്യാഴം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രന്റെ ക്ഷേത്രം. സോ ഇവർ പരസ്പരം രാശിമാറി നിൽക്കുന്നുണ്ട്. സോ അവിടെ തന്നെ ഒരു യോഗം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തിൽ വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാളവി യോഗം പറയാവുന്നതാണ്. ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് ഭദ്രഗോപാല യോഗം, അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഏകദേശം നമുക്ക് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക. നമുക്ക് സുഖഭോഗങ്ങളുടെ കാര്യത്വം കൊണ്ട് ശുക്രനാണ്. വാഹന കാര്യങ്ങള്, പ്രത്യേകിച്ചും കാറുകൾ, അതുപോലെ ലക്ഷറി ആയിട്ടുള്ള ലൈഫ്, അതുപോലെ ഫുഡ്, നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ്, ലക്ഷറി ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക. ഇപ്പം ഫിലിം ഫീൽഡ്, മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അല്ലെ. അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്തെ, ലക്ക്, അതുപോലെ മാരേജ്, ലവ്, ഈ കാര്യങ്ങളിലൊക്കെ ആസ്പദമായിട്ട് വരുന്നതാണ്. തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ നമുക്ക് വെച്ച് താമസിക്കില്ല, അധികം താമസിക്കാൻ വീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തോളൂ. നമ്മുടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടും മിസ്സായിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ഓൾ ബട്ടൺ നമ്മൾ ഇടുന്ന വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇടവരാശി. കാർത്തിക, മുക്കാല, രോഹിണി, മകേരം, അടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുന്നത്. സോ ഇടവരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11ാം ഭാവത്തിലാണ് ശുക്രൻ വരിക എന്ന് പറയുന്നത്. ഇടവൻ രാശിയുടെ 11 മീനൻ രാശിയിലാണ്. മീനൻ രാശിയിൽ ശുക്രന്റെ ഉച്ചമാണ് പറയുന്നത് അല്ലെ. സോ ഈ സ്ഥാനത്ത് വരുമ്പോൾ 11ൽ നമുക്ക് ശുക്രൻ വരുമ്പോൾ ഭാഗ്യ അനുഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും എന്ന് നമുക്ക് പറയാവുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രനാണ് ഉച്ചത്തിൽ പറഞ്ഞത്. നമ്മുടെ രാശിനാഥൻ തന്നെയാണ് ഉച്ചത്തിൽ 11 വരിക. സോ ഏകദേശം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന മാസങ്ങളിൽ നമുക്ക് ഒരു ഭാഗ്യ അനുഭവം എങ്കിലും തരാതെ ശുക്രൻ പോകൂല കേട്ടോ. അവിടെ കേട്ടാ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലോ ഏതെങ്കിലും വിധേന നമുക്കൊരു ഭാഗ്യ അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തിട്ടേ ശുക്രൻ അവിടെ നിന്ന് മാറുകയുള്ളൂ. സോ അത് ഏത് തരത്തിലാവാം, നമ്മുടെ പ്രണയം കാര്യത്തിലാവാം, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് ആവാം, നമ്മുടെ പാനലിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷറി ആയിട്ടുള്ള ലൈഫായിരിക്കാം, അല്ലെങ്കിൽ ഭാഗ്യ അനുഭവങ്ങൾ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങളിലൂടെ ആവാം. നമുക്ക് നല്ലൊരു വെഹിക്കിൾ വാങ്ങാൻ സാധിക്കാം, അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങാൻ സാധിക്കാം. അതുപോലെ തന്നെ ജുവലേഴ്സ് വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക്, സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക്, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിരവധി അവസരങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടും അനവധിയായിട്ട് നമുക്ക് നിരവധി അവസരങ്ങൾ, യാത്രകൾ, അതുപോലെ തന്നെ വിനോദയാത്രകളൊക്കെ പോകാൻ സാധിക്കാം. നമ്മുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുക, ആഗ്രഹ സാഫല്യം തുടങ്ങിയ നിരവധി ഗുണാനുഭവങ്ങളൊക്കെ ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്നെങ്കിലും നമുക്ക് തരാതെ ശുക്രൻ ഈ ടൈം മാറില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാശിനാഥനാണ് അല്ലെ. ഇപ്പം നമ്മുടെ ഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ എവിടെ പോയാലും നമുക്കൊരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഗുണഫലം. സോ രാശിനാഥനാണ്, ഇടവൻ രാശിയുടെ രാശിനാഥനാണ് ശുക്രൻ. ആ ശുക്രനാണ് മീനത്തിൽ പോയി നിൽക്കുക, നമുക്ക് ഉച്ചത്തിലാണ് നിൽക്കുക. സോ ഭാഗ്യ അനുഭവങ്ങൾ പ്രദാനം ചെയ്തിട്ടേ അവിടെ നിന്ന് ഒരു പടിയിറക്കം ശുക്രൻ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടക്കും. പ്രണയത്തിലുള്ളവരെയാണ് പെട്ടെന്ന് ഒരു വിവാഹത്തിലും അകഞ്ഞതല്ല, സിംഗിളായി നിന്നവരെ പെട്ടെന്ന് കമ്മിറ്റ് ആവാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലിയിലായാലും കുടുംബത്തിലൊരു സന്തോഷം നിറയാനൊക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ സന്തോഷം കണ്ട് നമുക്ക് ആനന്ദിക്കാൻ തുടങ്ങിയ അവസരങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ അതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നല്ലതൊക്കെ പറയുന്ന ടൈമായിരിക്കും. നമ്മുടെ പേര്, പ്രശസ്തി ഒക്കെ ഉയർത്തിയെടുക്കാൻ സാധിക്കുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ടൈം കിട്ടുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സമയമാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി, സ്ഥലമൊക്കെ നമുക്ക് കിട്ടാൻ യോഗമുള്ള ടൈമാണ്. വാഹനങ്ങൾ വാങ്ങാൻ യോഗമുള്ള സമയമാണ്. പ്രത്യേകിച്ച് കാറ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ യോഗമുണ്ട്. ഫോൺ വാങ്ങാൻ
അത്യാവശ്യം ഫോം മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ ഫോം പുതിയതായിട്ട് കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. സമ്മാനങ്ങൾ നമുക്ക് കിട്ടാൻ യോഗമുള്ള സമയമാണ്. സന്തോഷം പൊതുവെ നോക്കി സന്തോഷപ്രധാനമായ കാര്യങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ നടക്കാൻ യോഗമുള്ള ടൈമാണ് കേട്ടോ. കലാമേഖലയിൽ അതുപോലെ സ്പോർട്സ് തുടങ്ങിയ മീഡിയ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. സോ ആ കാലം കുറച്ചുകൂടി നിങ്ങൾ നന്നായി പരിശ്രമിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ലെവലിലേക്ക് നിങ്ങളുടെ പേര് ബസ്സിലേക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും കേട്ടോ. മനസ്സിന് സന്തോഷം തരുന്ന നേരമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്യാനില്ല, ഈ ടൈം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു പ്രതിഫലം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ശുക്രന്റെ ഉച്ചത്തിൽ വിളിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. ഇത്രയൊക്കെയാണ് എന്താ രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താഴെ കമൻറ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ. ശുക്രന്റെ രാശി മാറ്റത് ശുക്രന്റെ ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്ന്. അപ്പം നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും വലിയ ഡൗട്ടാണ്, ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണത് നമുക്ക് രണ്ടും വെച്ച് നോക്കാം. രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ, മനസ്സിന്റെ ഒരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. സോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്താണ് രാശിയുമാണ് ചിന്തിക്കുന്നത്. സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. നിങ്ങൾക്ക് അനുകൂലമായ ടൈമാണെങ്കിൽ നിങ്ങൾക്ക് ഫലങ്ങളും എന്താണ് ഗോചര അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും. അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റവും കുറച്ചും ഉണ്ടാവും കേട്ടോ ജീവിതത്തിൽ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്കറിയാം ശുക്രന്റെ കാരകത്വങ്ങളൊക്കെ അറിയാം അല്ലേ. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ ജാതകത്തിൽ ശുക്രന്റെ ബലാബലങ്ങളും ചിന്തിക്കണം. സോ ജാതകത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത്, ആരുടെ കൂടെയാണ്, ആരുടെയെങ്കിലും യോഗം ചെയ്താണോ, ഉച്ചത്തിലാണോ, വക്രത്തിലാണോ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചരഫലം വെച്ച് നോക്കുമ്പോഴുള്ള ഫലങ്ങളും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ദശ ഏതാണ്, അപകാരം ഏതാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ജാതകം കൂടി വെച്ച് വേണം നമ്മുടെ മന്ത്ലി പ്രെഡിക്ഷൻ നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ. അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രന്റെ ഗോചരഫലം നോക്കുമ്പോൾ, ഒരു ഗ്രഹത്തിന്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കാം ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ. ഇപ്പം നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ്, പക്ഷെ ജാതകവശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല. ഓക്കെ, സോ ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പുതിയ കമ്മ്യൂണിറ്റി പറയുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. സോ അതിൽ ജോയിൻ ചെയ്യുമെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ അതിൽ മെസ്സേജസ് വരും. സോ അപ്പം നിങ്ങൾക്ക് എന്താണ് അത് ചേരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടി എത്തണം, നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് 19-ാം തീയതി മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞൊരു വെബിനാർ ഉണ്ട്. സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് 3 കൺസെപ്റ്റാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അതിൽ 3ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. നമ്മുടെ ബിസിനസ് ലൈഫ് തന്നെ കുറച്ചുകൂടി സെറ്റ് ആക്കാണ്. നമ്മുടെ നോർമൽ ലൈഫ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വഴികാട്ടി തന്നെയായിരിക്കും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. സോ ഒരു വെബിനാർ ജനുവരി 19-ാം തീയതി ഉണ്ട്. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ എന്താണ് കറക്റ്റായ ഡീറ്റെയിൽസ് കിട്ടും. സോ അതിന് മുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സസ് വരിക. സോ അവിടെ എന്ത് ചെയ്യാം നമുക്ക് കാണാം കേട്ടോ. ക്ലാസ് മിസ് ചെയ്യേണ്ട. മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാമാണ്, സൗജന്യമായിട്ടുള്ള വെബിനാറാണ്. സോ എന്താണ് മിക്സ് ചെയ്യൽ, അതുപോലെ തന്നെ സൗജന്യമാണല്ലോ ഓർത്ത് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കൽ, ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക. സോ എന്ത് ചെയ്യുക, ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമോ, അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക
നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്ത് തരാം. സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ആഫ്റ്റർ ദ വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ, ഉറപ്പായിട്ടും. സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഈശ്വര പ്രാർത്ഥനയോടെ എല്ലാം നടക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ.